ഹലോ, ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോക്ക് പോണേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ചെമ്മീനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അതുപോലെ എരിവിന് ആവശ്യത്തിന് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഒറിഗാനോയും, അതുപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അതുപോലെ പുളിക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ വിനാഗിരി. അപ്പോൾ ഈ ഒരു വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ടേസ്റ്റിന് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെനിക്കിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ മസാലയൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല മസാല നന്നായി പരട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഓയിലൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് നന്നായി ചതച്ചതാണ് ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത് നല്ല കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റോസ്റ്റിനേക്കാളും മുമ്പ് നമുക്കിതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിന് സോൾട്ട് ഇടണം. എന്നിട്ട് സോൾട്ട് ഇട്ട് നന്നായി എല്ലായിടത്തേക്കും ഉപ്പെത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു രീതി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം നമ്മുടെ കയ്യിലുള്ള കളേഴ്സൊക്കെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന കളർ ഇടുന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി പേസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി പേസ്റ്റ് ചേർക്കാൻ ഉപകാരം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മസാലകളായിട്ട് പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമുക്കെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം. അതുപോലെ നമ്മുടെ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ പാൻ എടുത്തിട്ട് ഇതിലേക്ക് 2-3 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം എന്ന് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വരണം, അത്രയ്ക്കുള്ളൂ. അതിനായിട്ട് നമുക്ക് പാനിൻ്റെ മൂടി വെച്ച് നന്നായി ഒന്ന് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കുക്കായി വരണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെമ്മീനൊക്കെ എല്ലായിടത്തും എത്തുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടണം. അതുപോലെ 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോയും ഇടാം. അപ്പോൾ ഒറിഗാനോ നമ്മൾ ഇതിലേക്ക് നന്നായി ചേർക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഒറിഗാനോ നമ്മൾ വീട്ടിലുള്ള സംഭവമായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇടുന്നുണ്ട്. ഇനി ഈ ബട്ടറൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓൾ പർപ്പസ് ഫ്ലോർ ഇടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടറും ഫ്ലോറും നന്നായി കമ്പൈൻ ആവണ വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലുള്ള കട്ടകളൊക്കെ നന്നായി ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പാല് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കാം. അപ്പം എല്ലാം കൂടി പെട്ടെന്ന് ഒഴിക്കരുത് കേട്ടോ, കുറച്ചായിട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നന്നായി മിക്സ് ചെയ്ത് കിട്ടാം. അപ്പോൾ കുറേ പേർക്കൊരു പേടി ഉണ്ടാകും, ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ഇത് നന്നായി ശരിയാവുന്നില്ല, കട്ട പിടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പേടി വേണ്ട. പാല് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ ഒരു കട്ടയില്ലാണ്ട് നമുക്ക് നല്ല വൈറ്റ് സോസ് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു പേടി ഉണ്ടാകും, എൻ്റെ ഇത് ഫ്ലോപ്പായോ നോക്കാം. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എല്ലാവരും വൈറ്റ് സോസ് അടിപൊളിയായിട്ട് ശരിയാകും. അപ്പോൾ പതുക്കെ ചെയ്യണമെന്നില്ല. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കെ വേണം നമ്മൾ ഇതിനായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് പണിയും കൂടി ഉണ്ട്, വേറെ ഒന്നുമല്ല. ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് എത്രയാണോ അത്രയും സോൾട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇടാം. ഒറിഗാനോയുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം.
അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ഇട്ടിട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വൈറ്റ് പെപ്പർ പൗഡറിന് പകരം ബ്ലാക്ക് പെപ്പർ പൗഡർ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കാം, ലസാഗ്ന സോസ്. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 2-3 ടീസ്പൂൺ ഗാർലിക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗാർലിക് നന്നായി റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഒണിയന് നന്നായി പേസ്റ്റ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് മിക്സായി കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുമ്പോൾ പിന്നെ നമ്മൾ സോസിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോൾ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും ഈ ഒരു പേസ്റ്റ് ചെയ്ത് ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡറും അതുപോലെ ടേസ്റ്റിന് ആവശ്യത്തിന് സോൾട്ടും ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഇടാം. പാപ്രിക്ക പൗഡറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നല്ലൊരു പൗഡറാണ്, അപ്പോൾ ഇതിട്ട് നല്ല കളറായിരിക്കും. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാപ്രിക്ക പൗഡർ നല്ലൊരു പൗഡറാണ്, നമ്മുടെ ഹാർട്ടിനും അതുപോലെ ബ്ലഡിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കുറച്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്ന ബ്രൗഡ് സൈഡൊക്കെ നമുക്ക് നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അറിയാലോ, ഇത് കളയേണ്ട ആവശ്യമില്ല, നമുക്കിതുകൊണ്ട് ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് നോമിന് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാനാണെങ്കിലും അതുപോലെ അല്ലാത്ത സമയത്ത് നമുക്ക് ഒരു വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കണം, എല്ലാ ബ്രെഡ് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ലസാഗ്ന ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ ബേസായിട്ട് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് സോസ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വൈറ്റ് സോസിലുള്ള ബട്ടർ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് ലസാഗ്ന സോസും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ സോസ് എല്ലായിടത്തും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് നന്നായി ഫിറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചെമ്മീനായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് വൈറ്റ് സോസിൻ്റെ മേലക്കറി നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മീൻ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല, അതും ചെമ്മീൻ. അപ്പോൾ ഇത് റെസിപ്പി അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ലസാഗ്ന സോസ് ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല ഇട്ട് നന്നായി ഒന്ന് അടിപൊളിയായിട്ട് ഫില്ലിങ് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് തന്നെ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ജസ്റ്റ് മാറ്റി വെക്കാം നമുക്ക്, ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ബാക്കി എല്ലാ മസാല ഇതിലേക്ക് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ അപ്പോൾ എല്ലാതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 സ്ലൈസ് ഇതിന് മേലൊക്കെയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള സോസ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ ലസാഗ്ന സോസ് മുഴുവനായിട്ട് ഇതിലേക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇടുന്നത് ചഡാർ ചീസാണ്. ഇനി നിങ്ങൾക്കെല്ലാം മൊത്തല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടാൽ മതി. ഇനി അതല്ല ഈ ഒരു ചീസാണ് കയ്യിലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ചീസാണെങ്കിലും കുക്ക് ചെയ്ത് വരുമ്പോൾ നന്നായി മെൽറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇന്ന ചീസാണെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇട്ടിട്ട് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായി ഒന്ന് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു മൂടിക്കുണ്ടാകുന്ന ഒരു ചെറിയ ഹോളുണ്ടല്ലോ, അതൊക്കെ നന്നായി മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ചീസൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി സംഭവം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാം. ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. കാണാൻ ഭംഗി മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ്. ഇതൊരു പീസ് തന്നെ മതി. 4 മെമ്പേഴ്സുള്ള ഫാമിലി ഉള്ളതാണെങ്കിൽ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ മതിയാകും. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയല്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഗസ്റ്റ് അതുപോലെ നോമ്പൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അപ്പോൾ അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണം. എല്ലാവർക്കും ബൈ.